ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അറബിക് സ്നാക്കായിട്ടുള്ള ഫലാഫലിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വെള്ളക്കടല ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ ഈ ഫലാഫൽ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. അത് തലേ ദിവസം തന്നെ കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വച്ചിരുന്നു. അല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂറൊക്കെ ഒന്ന് കുതിർത്തിയെടുത്താലും മതി. എന്നിട്ട് നന്നായിട്ട് വെള്ളം വാഴ്ത്തിയെടുക്കണം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കുമ്പോൾ ഏകദേശം നമ്മുടെ പരിപ്പ് വടയുടെ പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. അതായത് ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകരുത്. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ സെയിം ജാറിലായിട്ട് തന്നെ ഒരു സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മല്ലിയിലയുടെ കൂടെ തന്നെ ഇതൊരു അറബിക് സ്നാക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് പാഴ്സലി ലീവ്സ്, അതുപോലെ ബഗിളുടെ ലീവ്സ്, സ്പ്രിംഗ് ഓണിയൻ, ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഇതൊന്നും ചേർക്കുന്നില്ല. മല്ലിയില മാത്രമാണ് ചേർക്കുന്നുള്ളൂ. ഈ ഇലകളൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഉൾഭാഗം നല്ല പച്ചക്കളറായിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് അങ്ങോട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. അതായിരിക്കും എളുപ്പം. ഇതിപ്പോൾ ജാറാകുമ്പോൾ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് നമുക്ക് അരച്ചെടുക്കേണ്ടി വരും. ഇപ്പോൾ ഈ അരച്ചെടുത്തത് ആ കടല അരച്ചതിലിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണൊക്കെ പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അരയ്ക്കുമ്പോൾ ഒരു പച്ചമുളക് ഇട്ടിട്ടും കൂടെ അരച്ചെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ സെപ്പറേറ്റ് ഒരു കുറച്ച് ക്രഷ്ഡ് ഗ്രീൻ ചില്ലി ഉണ്ടായിരുന്നു, അപ്പോൾ അത് കാരണോട് അതങ്ങോട്ട് ചേർത്താണ്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് കടയിൽ നിന്നും വാങ്ങുന്ന പോലെ തന്നെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അതായത് പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റും ആയിട്ടുള്ള ഫലാഫൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് സോഡാപ്പൊടി കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇനി ഇത് കുറേശ്ശെ എടുത്തിട്ട് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. അതുപോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ പയ്യൊന്ന് പ്രസ് ചെയ്തിട്ട് പരത്തിയെടുക്കില്ലേ, ചെറുതായിട്ട് പരത്തിയെടുക്കില്ലേ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഉരുട്ടിയാണ് എടുക്കുന്നത്. അതുപോലെ നല്ല പച്ചക്കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ഡ്രോപ്പ് ഗ്രീൻ ഫുഡ് കളർ ചേർത്താലും മതി കേട്ടോ. അപ്പോൾ അതെല്ലാതും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. മോൾഡൊക്കെ വേണമെങ്കിൽ മോൾഡൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലിട്ട് ഇടുമ്പോൾ സാധാരണ പോലെ പറയും പോലെ തന്നെ എണ്ണ നല്ല ചൂടായിട്ട് വേണം ഇതൊക്കെ എണ്ണയിലിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഫ്ലെയിം കുറച്ചിടുക. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നമ്മൾ മിക്സ് ചെയ്തെടുത്ത ആ ഒരു കൂട്ടുണ്ടല്ലോ, അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ എള്ളും കൂടെ ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെളുത്ത എള്ളില്ലേ അത്. അപ്പോൾ ആ ഒരു ഒറിജിനൽ ഫലാഫലിൻ്റെ ഒരു കറക്റ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ എള്ളൊക്കെ ചേർക്കണ കുറച്ചുകൂടെ ഹെൽത്തിയുമാണല്ലോ. പിന്നെ നമ്മൾ ആ മിക്സ് ഉണ്ടാക്കി വയ്ക്കുമ്പോൾ തന്നെ ഉപ്പൊക്കെ നോക്കിക്കൊള്ളണം കേട്ടോ. എന്നിട്ട് വേണം ഇതിങ്ങനെ ഉരുട്ടി ഫ്രൈ ചെയ്തെടുക്കാനായിട്ടോ. അതൊക്കെ പറയാൻ വിട്ടുപോയതായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ഹമ്മൂസ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഹമ്മൂസിൻ്റെ റെസിപ്പി നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കാം. ഇതുണ്ടോ, നല്ല ഗ്രീൻ കളർ കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് ആ ഇലകളൊക്കെ ഉണ്ടല്ലോ, പാഴ്സലി ലീവ്സും അതുപോലെയുള്ള ഇലകളൊക്കെ ചേർക്കണം. നമ്മളിപ്പോൾ കൊറിയാണ്ടർ ലീവ്സ് മാത്രമല്ലേ ചേർത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പച്ച കളറേ കിട്ടത്തുള്ളൂ. പിന്നെ അത് കൂടാണ്ട് അല്ലെങ്കിൽ പിന്നെ ഫുഡ് കളർ ചേർക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ ഫുഡ് കളറും ചേർത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും കളർ അങ്ങോട്ട് കിട്ടാത്തത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്.
അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.